തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഐക്യസഭകൾ ഇന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സഭാദിനമായി ആഘോഷിക്കുമ്പോൾ യെശയ്യാപ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞത്, ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. സുവിശേഷ വെളിച്ചത്തിൻ്റെ ആ ശക്തിയിൽ അന്നത്തെ പൗരസ്ത്യ സഭയിൽ നിന്ന് വിശ്വാസത്താൽ ഇറങ്ങിയ എബ്രഹാം മൽപ്പാൻ, മാരാമൺ കോഴഞ്ചേരി, വലിയപള്ളിയിൽ നിന്ന് ഒരു നവീകരണ സഭയായി ആരംഭിച്ച് ഇന്നും നവീകരിക്കപ്പെട്ടുകൊണ്ട് ലോകമെമ്പാടും വളർന്ന് പന്തലിച്ച് സുവിശേഷത്തിനും ദൈവവചനത്തിനും മിഷനും എല്ലാ മേഖലകളിലും പ്രാധാന്യം കൊടുത്ത് മുന്നേറുമ്പോൾ ദൈവം അത്ഭുതകരമായി അതിശയകരമായി അനുഗ്രഹിച്ച് ഇന്ന് തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ നേതൃത്വത്തിൽ അനുഗ്രഹീതമായി മുന്നേറുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന്മേൽ പ്രവർത്തിച്ചു. ദക്ഷിണേന്ത്യ സഭയുമായിട്ടും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുമായിട്ടും ഉള്ള കൺസീലിയർ യൂണിറ്റിയിൽ സഭ മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ വിശാല കാഴ്ചപ്പാടിൽ സഭ പിതാക്കന്മാർ ഇനിയും ഐക്യത്തിനു വേണ്ടി മുന്നേറുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുദിനം വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ പൈതൃകം പേറിയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ദൈവശക്തിക്ക് ദൈവീയ ആലോചനയുടെ മുൻപിൽ നവീകരിക്കപ്പെടുവാൻ, മറ്റുള്ളവരെ നവീകരിക്കുവാൻ ആ ഒരു വലിയ ആവേശമായി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ. ദൈവവചന പഠനകളരിയായി മിഷണറിമാരാൽ മാരാമൺ മണ്ണപ്പുറത്ത് ആരംഭിച്ച മാരാമൺ കൺവെൻഷൻ ഉൾപ്പെടെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ ശക്തി ലോകമെമ്പാടും കൊടുക്കുവാനായിട്ട് സാധിച്ചു. ദൈവവചനത്തിൻ്റെ ശക്തി, ആ ശക്തി ദൈവം അത് അടിസ്ഥാനമായിട്ട് വരേണ്ടത് ആ ശക്തിയാണ്, വിശ്വാസമാണെന്ന് ലോകത്തെ പഠിപ്പിക്കുവാനായിട്ട് സാധിച്ചു. ആ വിശ്വാസത്താൽ ആ അനുഭവം ജീവിതത്തിൽ വരുമ്പോൾ അതിലൂടെ വളർന്നു പന്തലിച്ച് അനുഗ്രഹമായി തീരുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സഭയുടെ മുന്നേറ്റത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടുതലായി വ്യാപരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഐക്യസഭയുടെ ഐക്യം മുന്നേറുവാൻ, പല മേഖലകളിലും മുന്നേറുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, നവീകരണത്തിൽ മിഷണർമാരുടെ സ്വാധീനത്തിൽ നവീകരിക്കപ്പെട്ട് പാശ്ചാത്യ സഭകളിൽ നിന്ന്, പൗരസ്ത്യ സഭകളിൽ നിന്ന് ഉള്ള വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റിഫോം ചർച്ചായി ലോകമെമ്പാടും നിൽക്കുവാനായിട്ട് ഇന്ന് സഭയ്ക്ക് സാധിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരുണകൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ച് ഈ റിഫോമേഷൻ ഞങ്ങളിലും നവീകരിക്കപ്പെടുവാൻ, ഞങ്ങളിലൂടെ അനേകരെ നവീകരിക്കപ്പെടുവാൻ സാധ്യമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർവികർ കാണിച്ചത് നല്ല പാതകളെ പിന്തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവെ എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ,
ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, വിശ്രമജീവൻ നയിക്കുന്നവർ, ബഡിഡനായിട്ടുള്ളവർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, ദൈവദിന പ്രഘോഷത്തിൻ്റെ ഭാഗമായി ലോകമെമ്പാടും കഷ്ടപ്പെടുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, എപ്പേർപ്പെട്ടവർക്ക് അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.